ഓണസദ്യ കഴിച്ചാലോ? അപ്പോൾ ലക്കി ഡാമിലെ ഇത്തവണത്തെ ഓണം അവളുടെ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മോനും ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ലക്കി ഡാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഓണസദ്യയൊക്കെ കഴിക്കാനായിട്ട്, ഓണം ആഘോഷിക്കാനൊക്കെ ആയിട്ടെന്ന്. അങ്ങനെ ഞങ്ങളിതേ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നീലാമ്പലൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, നല്ല രസമായിരുന്നു. പോരാത്തതിന് തത്തമ്മയും പട്ടിയും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ നീലയാമ്പൽ കാണുന്നത് തന്നെ. ലക്കി ഡാമിലെ രണ്ടാമത്തെ ഓണമാണ് കേട്ടോ ഇത്. പക്ഷേ ആദ്യത്തെ ഓണസദ്യയാണ്, അതുകൊണ്ടാണ് ചേച്ചി ഇവിടുന്ന് തന്നെ സദ്യ കഴിക്കണമെന്ന് നിർബന്ധം പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഇതേ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പച്ചടിയും കിച്ചടിയും അച്ചാറും ഇഞ്ചി അവിയലും മധുരക്കറി, അങ്ങനെ വേണ്ട സദ്യയ്ക്ക് വേണ്ട എല്ലാ കറികളും ചേച്ചി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളുടെ ആദ്യത്തെ ഓണസദ്യയാണല്ലോ, അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എരിവൊക്കെ കുറച്ചൊക്കെയാണ് കറികളൊക്കെ വെച്ചത്, പക്ഷേ മക്കൾ അത്യാവശ്യം എരിവൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള സദ്യയൊക്കെ തയ്യാറാക്കി മക്കൾ നല്ലപോലെ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ തോന്നുന്നു. പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗ്.